നമ്മുടെ തമിഴ് സിനിമാ ഫീൽഡിൽ നിന്നും ഒരു ഹോട്ടായ ഒരു ഗോസിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ തമിഴ് സിനിമയിൽ ആകെ അഭിനയിക്കാൻ അറിയാവുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് നമ്മുടെ ധനുഷ്, അല്ലേ? അതായത് തുള്ളുവതോ ഇളമേവറിന്റെ ആളൊരു മൂവി, ആദ്യത്തെ മൂവി. അതില് നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ പെൻസിൽ പോലെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ തന്നെ അദ്ദേഹത്തിന് ആ ഡാൻസും അതെല്ലാം ഒരു വരും സ്റ്റാറായിട്ട് നമ്മളെ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അഭൂതപൂർവമായ വളർച്ച. അതോടൊപ്പം തന്നെ മറ്റൊരു സൈഡില് അദ്ദേഹത്തെ ആ രൂപം വെച്ചിട്ടൊന്നും നോക്കണ്ട, അദ്ദേഹത്തിന്റെ നായികമാര്, കൂടെ അഭിനയിച്ച നായികമാര് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ നായികമാരും. ആ ഒരു ഗോസിപ്പ് അങ്ങനെ പോയി. പിന്നെ എല്ലാവരെയും എന്താ പറയാ, മോഹിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ആദ്യം നമ്മൾ അത് അറിഞ്ഞ സമയത്ത് ആദ്യം വരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്നുമല്ല, അദ്ദേഹം വിവാഹം കഴിച്ചത് നമ്മുടെ രജനീകാന്തിന്റെ മകളിലാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ. ആലോചിച്ച് നോക്ക്, എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ധനുഷിനാണ്. അതും മാത്രമല്ല, ഈ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് കമലഹാസനാണ്, അല്ലെ? അപ്പൊ കമലഹാസന്റെ മകളിനെ ആള് ലൈനാക്കുകയും ചെയ്തു, അല്ലയ എന്താ പറയാ, പ്രേമിക്കുകയും ചെയ്തു രണ്ടുപേരും. ത്രീ പറഞ്ഞ ഫിലിമില് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് രജനീകാന്തിന്റെ മകളാണ്, ഐശ്വര്യാണ്. അതിനുശേഷം അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇപ്പൊ ഏകദേശം കഴിഞ്ഞ 2022 ഡൈവേഴ്സ് ആവുകയും ചെയ്തു ഐശ്വര്യയും ധനുഷും. ഇപ്പോ അതിനുശേഷം തൃശ്ശിയായിട്ട് നല്ലൊരു ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ധനുഷ് വിവാഹം കഴിക്കാൻ പോകണമെന്ന് ഒരു ഹ്യൂമർ വന്നിട്ടുണ്ട്. നടി മൃണാൾ താക്കൂർ എന്ന് പറയുന്ന നടിയാണ്. എന്താല്ലേ? അപ്പോ പല വേദികളിലും ധനുഷും മൃണാൾ താക്കൂറും വന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും എല്ലാ ജേർണലിസ്റ്റുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു മൃണാൾ താക്കൂറുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഫ്യൂച്ചർ മാരേജിനെ കുറിച്ചും. അപ്പൊ ധനുഷ് നിഷേധിക്കുകയാണ് ചെയ്തത്.